നീ സാധിച്ചതല്ലെന്ന്. ദൈവം നിന്നെ കൊണ്ട്, ദൈവം നിനക്ക് വേണ്ടി കരുതിയതാ. ഞാൻ ഇരുന്നട ഒന്ന് ചെറുതായിട്ട് കുടിഞ്ഞുപോയോ എന്നൊരു സംശയം. ഞാനറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ പോയിട്ടില്ലാത്ത, ഞാൻ അറിയാത്ത ഒരു അനുഭവത്തിൽ, ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ അറിയാത്ത ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഒരു ആൾ കൂടി എന്റെ ചരിത്രം മുഴുവൻ അദ്ദേഹം പറയാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പ്രവചനം നിന്ന് പോയിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഇത് അന്ത്യകാലമാ. പ്രവചനം കൂടി വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അന്ത്യകാലത്ത് യവനക്കാർ പ്രവചിക്കുമല്ലേ? ഹല്ലേലൂയ സ്തോത്രം അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. ദർശനം കാണുമെന്ന്, ദർശനം ഒന്നും പറയത്തില്ല, കൂടി വന്നുകൊണ്ടിരിക്കുക. നീ അതിന്റെ മുമ്പിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നതിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അതിൽ വിമർശിച്ചുകൊണ്ടിരുന്നാൽ, താഴ്ത്തിയേൽപ്പിക്കാതിരുന്നാൽ പലപ്പോഴും ദൂത് നിഷ്ഫലമായി പോകും. പക്ഷെ നീ സമർപ്പിച്ചു കൊടുത്താൽ ദൈവം നിന്റെ കുടുംബത്തിന്റെ വെച്ചത് ചെയ്തെത്തും. കരങ്ങളെ സൂചിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാനൊന്ന് നൽകി, ഞാൻ എന്നിട്ട് പോയില്ല. പിന്നെ കുറച്ചു നാളായപ്പോ എന്റെ മുന്നു വാസനെ ഹല്ലേലൂയ ഇവരെന്നെ പിടിച്ചു നോക്കി. ഹല്ലേലൂയ സ്വന്തം പിന്നെ പറയാം. ഒരു ദിവസം എന്നോട് പറഞ്ഞ, ഇന്നൊരു കൺവെൻഷൻ ഉണ്ട്, അതിന് വരാൻ പറ്റും. ഒരു കൺവെൻഷൻ ഉണ്ട്, അതിന് വരാൻ പറ്റും. കൺവെൻഷൻ അതെന്നാ സാധനം ഉപയോഗിച്ചു എനിക്കറിയത്തില്ലോ. ഞങ്ങൾ ഈ മല കൂട്ടി കിടക്കുന്ന ഇടുക്കി നമുക്ക് എന്നാ കൺവെൻഷൻ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വല്ലപ്പോഴും പള്ളികളിൽ പെരുന്നാളുണ്ട്, അമ്പലങ്ങളിൽ ഉത്സവങ്ങളുണ്ട്. അപ്പൊ ഈ കൺവെൻഷനോ ഈ കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞ കൺവെൻഷൻ ഉണ്ട്, വരാൻ പറഞ്ഞു. അപ്പൊ ഞാനോട് ഈ പള്ളി പെരുന്നാളോ ഇങ്ങനെയുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആൾക്കാർ പോകുന്നതാണോ എന്ന് ചോദിച്ചു. ആ ആൾക്കാർ പോകുന്നതാണോ? നിങ്ങൾ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. ട്രക്കർ ജീപ്പൻ. അപ്പൊ എനിക്ക് ട്രക്കർ ജീപ്പിൽ ഒരു പോണെ എന്തെങ്കിലും കാര്യമുള്ള പരിപാടി ഒത്തിരി ആളുണ്ടോ ചോദിച്ചു. ഞാനും 10 പേരെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഓർത്തെ ഈ റോഡ് സൈഡിൽ കൂടെ മറ്റേ മലബാറുണ്ടായി നമ്മൾ ഈ ഉഴുന്നാടൊക്കെ വെക്കുന്നത്. നിങ്ങൾ ആ ഉഴുന്നാട കണ്ടിട്ടില്ലേ? ആ പുതിയ പിള്ളേരുടെ കിക്കാറ്റ് ഡെയറി മിൽക്കല്ലേ കാണുന്നുള്ളൂ. പിന്നെ ചോക്കോ പീസ് അതൊക്കെ കാണുന്നത്. അപ്പൊ അതിനൊക്കെ വിൽക്കുന്ന പഴയ മുട്ടായികളൊക്കെ വിൽക്കുന്ന അല്ലെ, ഉത്സവത്തിനൊക്കെ അല്ലേ ഈ മുട്ടായികൾ കാണുന്നുള്ളൂ. അപ്പൊ ഈ സാധനമൊക്കെ വിൽക്കുന്ന 10 ആൾക്കാരെ കാണാൻ പറ്റുന്ന പരിപാടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, ഇവരുടെ കൂട്ടത്തിൽ പോയി. ഞാൻ പറയട്ടെ, ആരുടെ കരുനാഗപ്പള്ളി കന്യാച്ചി കായലിന്റെ തീരത്തേക്ക് കടന്നു പോകുന്നിടത്തുള്ള കന്യാച്ചി അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ മൈതാനത്ത് ഇതുപോലെ നല്ല മൈതാനമുള്ള സഭയാ. ആ സഭയുടെ തീരത്ത് ആ കായലിലേക്ക് പോകുന്ന റോഡിന്റെ ആ തീരത്ത് നടക്കുന്ന കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കണമെന്ന് വെച്ചിട്ടു ജനമൈതാനം മുഴുവൻ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ കാലത്തൊക്കെ ഒരു കൺവെൻഷൻ വെച്ചാൽ സകല സ്ഥലത്തുനിന്ന് സഭകളിൽ ആൾക്കാർ പോകും. നമ്മുടെ ഇവിടുത്തെ പോലല്ല. നമ്മളിപ്പോ മൊബൈലില്ല, ഇങ്ങനെ എല്ലാം മൊബൈലിൽ 10 രൂപ സ്ഥലം മൊബൈലിൽ നിന്ന് കാണുന്നില്ല. മൊബൈലിന്റെ അറ്റം കഴിച്ച് നമ്മൾ അല്ലെ പുതിയ ഓൺലൈൻ പരിപാടിയൊക്കെ വന്നിട്ടുണ്ടല്ലേ. വേണമെന്നുണ്ടെങ്കിൽ അതെന്താ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന രീതിയില പൊക്കോണ്ടിരിക്കുന്നത്. മാറ്റിക്കോണം. ആലയത്തിൽ പോകണം, ആലയത്തിൽ പൊക്കോണം. അല്ലെ കൺവെൻഷന് പോകണം, കൺവെൻഷന് പൊക്കോണം. കൂട്ടായ്മയ്ക്ക് പൊക്കോണം. പക്ഷെ വെയിറ്റ് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. ഞാൻ അതിന്റെ ചാനൽ മുഴുവൻ കാണുന്നുണ്ട്. ഞാൻ ഒത്തിരി ആരാധനകൾ. നീ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ആലയത്തിൽ കടന്നു വരാൻ നടക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് ദൂതിനോടനുബന്ധിച്ചാ പറയുന്നത്. അഗവാറ്റിന്റെ തീരത്തു നിന്നുള്ള തുടക്കം എന്തിനാണെന്ന് അറിയാവോ? യെരൂശലേമിൽ ഒരു ആലയം പണി തീർക്കാൻ വേണ്ടിയാ. ആലയം പണി തീർക്കുന്നത് ആരാധന നിവർത്തിക്കാൻ വേണ്ടിയിട്ടാ. അവിടെ അല്ലെങ്കിൽ അത് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, നിനക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നീ പ്രവാസത്തിലാണെങ്കിൽ അതിൽ നിന്ന് വിടിവിക്കപ്പെട്ട് നീ ദൈവത്തിന്റെ സന്നിധി വരണം. ഞങ്ങളെ സൂചിച്ചോട്ടെ. ഞാൻ പോയി ദൈവസനെ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പോയപ്പോ എനിക്ക് സ്ഥലമില്ല, എല്ലാവരും കസരയിരിക്കുക ശരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ ടാർ റോട്ടിൽ ഇങ്ങനെ നിൽക്കുക ദൈവസനെ. ഞാൻ ടാർ റോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഹല്ലേലൂയ അവിടെ ഇനി വളരെ രസകരമായ കാര്യം പറയുന്നത്. എന്നെ കളിയാക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങൾ ഈ വീകാരായോട് ഞങ്ങൾ ഹൃദയം തുറന്ന് സംസാരിക്കത്തുള്ളൂ. ഉള്ള കാര്യം പറയുന്നത്. ദേവദാസ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുക, നിങ്ങളെല്ലാവരും പ്രാർത്ഥിപ്പീൻ. അല്ലെങ്കിൽ നിങ്ങളുടെ ഏത് ആവശ്യമുണ്ടായാലും പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങളുടെ ഏത് വിഷയത്തിന് ദൈവം മറുപടി തരും എന്ന് പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ കൊള്ളാനുള്ള പരിപാടി, ഏത് വിഷയമുള്ളൊരു മറുപടി തരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ ക്ലാസ്സിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നെ എല്ലാവരും ആരോഗ്യത്തിന് ഈ മുടിയുടെ ഷേപ്പ് രൂപം പോലെ എല്ലാം കണ്ടപ്പോ എന്നെ കറുമ്പൂട്ടാന്ന് വിളിക്കുന്നത്. ഈ കറുത്ത നിറമായിരുന്നു. ഞങ്ങൾക്ക് നല്ല നിറമല്ലേ, ഞങ്ങള് അയൽക്കാർക്ക് നല്ല നിറമുണ്ടല്ലോ. അല്ലെങ്കിൽ മങ്ങാത്ത നിറം അല്ലേ? അപ്പൊ ഈ നിറമായിരുന്നു കറുമ്പൂട്ടാന്ന് വിളിക്കുന്നത്. അപ്പൊ എന്റെ ഒരു പ്രാർത്ഥന, നിങ്ങൾക്കെല്ലാം ഇഷ്ടിച്ച് നിങ്ങളെല്ലാം നല്ലതായിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന പറയും, ദൈവമേ നീ എന്ത് ചെയ്യുമല്ലോ പറഞ്ഞത്. അങ്ങനെയാണ് എന്റെ കറുത്ത നിറമൊന്ന് മാറ്റി എന്നെ ഒന്ന് വെളുപ്പിക്കണമേ എന്റെ പ്രാർത്ഥന. കാരണം ഇനി ഈ കറുമ്പൂട്ടാന്ന് വിളി കേൾക്കാൻ എനിക്ക് മേല, അല്ലെങ്കിൽ ഈ കർമാടി എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് മേല. എന്നെ ഒന്ന് വെളുപ്പിക്കണമേ എന്റെ പ്രാർത്ഥന. അല്ലേ, ഞങ്ങൾ ഇടുക്കിക്കാരായോട് മനസ്സ് തുറന്നു പ്രാർത്ഥിക്കും. എന്തായാലും സ്വല്പനേരം കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ശരീരത്തും മുഴകളുള്ളവർ അവിടെ തൊട്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ പോകാന്ന് പറഞ്ഞു. എനിക്ക് ആശ്ചര്യം തോന്നി. ഞാൻ നോക്കിയപ്പോൾ എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു അപ്പച്ചൻ ഈ വയറിന്റെ ഈ ഭാഗത്ത്
ഒരു മുഴ വെച്ചിട്ട് ആ മുഴയെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് പുറകിൽ ഒരു ടി വി കാണുന്നത് പോലെ അദ്ദേഹത്തിന്റെ മുഴയെ നോക്കിക്കൊണ്ടിരിക്കുക. റോട്ടിലാ നിൽക്കുന്നതെന്ന് നോക്കണം. അല്ലെങ്കിൽ ആ ദേവദാസൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഈ മുഴകൾ അല്ലെങ്കിൽ ആ ശരീരങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അദ്ദേഹം ആ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ എന്റെ മുന്നിൽ നിന്ന് അപ്പച്ചൻ സ്പ്രിംഗ് ചാടുന്ന പോലെ ഒറ്റ ചാട്ടമായിരുന്നു. ഞാൻ ഇത് നോക്കിക്കൊണ്ട് പുറകിൽ നിൽക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ സ്പ്രിംഗ് ചാടുന്ന പോലെ ചാടിയ മനുഷ്യൻ താഴെ വന്ന് നിന്നത് മുഴയില്ലാതെ. മയിൽക്കുറ്റിക്ക് കാറ്റ് കൊണ്ടപ്പോൾ ഇരിക്കാതെ. മനസ്സിലായോ? നിന്റെ ഏത് മുഴയും മറ്റും ഒരു നിമിഷം കൊണ്ട് യേശു. അല്ലെങ്കിൽ പുതിയ ആശുപത്രികളിലൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുതിയ പരസ്യം ഇട്ട് തുടങ്ങി, അല്ലെങ്കിൽ പലയിടത്തോട്ട് 7 മിനിറ്റ് കൊണ്ട് ക്യാൻസർ കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിരിക്കുക. എന്താ? മുഴ പരിശോധിക്കാൻ പോവുക. പക്ഷെ ഞാൻ പറയുകയാണ്, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാ. അല്ലെങ്കിൽ ആ ദൈവത്തിനെ കൊണ്ട് അസാധ്യമായ കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആ പ്രിയ പിതാവിന്റെ മുഴ മാറുന്നത്. ആ സെക്കൻഡിൽ, ഓൺ ദ സെക്കൻഡ്, അന്ന് ഞാൻ ആ ടാബ്ലറ്റിൽ മുട്ടുമടക്കിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. ഞാൻ ഓർത്തത് യേശു ഒരു ചരിത്ര പുരുഷനാണ്, യേശു ആരോഗ്യ സ്തോത്രം അല്ലെങ്കിൽ ഐതിഹാസിക പുരുഷനായിരുന്നു, യേശു എന്നത് കഥാപാത്രമായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടത്. പക്ഷെ ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, യേശു ജീവിക്കുന്ന ദൈവമാ. യേശു ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. 1994 അല്ലെങ്കിൽ സ്തോത്രം ഇങ്ങനെ ഒരു അത്ഭുതം എന്റെ കണ്ണിൽ മുന്നിൽ കണ്ടപ്പോ ഞാൻ മുഴുവൻ മടക്കി ഞാൻ പറഞ്ഞു, ഇനി ജീവിച്ച ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. ഇനി എന്റെ ഹൃദയം യേശുവിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കും. ദൈവമക്കളെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സിസ്റ്ററെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദേവാസനെ, എന്റെ ഹൃദയം, ഇരുകളഞ്ഞ ഹൃദയം, കറുത്തിരുണ്ട ഹൃദയത്തിലേക്ക് ആ വെണ്മയായ തേജസ്സുള്ള ആ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നപ്പോ എന്റെ കറുപ്പ് മാറി, എന്റെ ഇരുളഞ്ഞ അവസ്ഥ മാറി, എന്റെ സ്ഥിതികളെ മാറ്റി. അന്ന് മുതൽ ഇന്ന് വരെ ഈ ദൈവത്തെ ശ്രമിക്കുക, ഈ ദൈവത്തെ ആരാധിക്കുക, ഈ ദൈവത്തിന്റെ വീര്യ പ്രവൃത്തികൾ കാണുവാനും അനുഭവിക്കുവാനും അത് പകർന്നു കൊടുക്കുവാനും ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കിയില്ല. ആരോട് അപ്പനോട് സ്ഥാനപ്പെടാൻ പോകുന്നു. അതങ്ങനെ നിന്റെ വിശ്വാസം അങ്ങനെയൊക്കെ പറയും. എന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. 1996 ജനുവരി 26 അല്ലെങ്കിൽ ജോയ് പാസ്റ്ററുടെ കൈക്കീഴിൽ അതേ കന്യക്ക് കായലിൽ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ അവിടെ സ്ഥാനമേൽക്കുവാൻ മടയത്തരുത്. ഉപവാസ അല്ലെങ്കിൽ സ്വതന്ത്രം അല്ലെങ്കിൽ ബന്ധക്കോസുകാരെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്ന് അല്ലെങ്കിൽ അന്യഭാഷയെ തെരുവിളിച്ചുകൊണ്ട് നടന്നത് എന്നെ അല്ലെങ്കിൽ സ്വതന്ത്രം നാളുകൾക്ക് ശേഷം 1996 അല്ലെങ്കിൽ സ്വതന്ത്രം ഓഗസ്റ്റ് മാസം 17 അല്ലെങ്കിൽ 14 അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഉപവാസ പ്രാർത്ഥനയുടെ 7ാം ദിവസം അല്ലെങ്കിൽ സ്തോത്രം വൈകിട്ടത്തെ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ സ്തോത്രം അന്യഭാഷയിൽ ആരാധിക്കുന്ന ദൈവജനത്തോടു കൂടി ആരാധിക്കുക, അഭിഷേകം പ്രാപിക്കുന്നവർക്ക് വേണ്ടി നേരത്തെ ദൈവദാസൻ പറഞ്ഞതുപോലെ ഒരു വലിയ അല്ലെങ്കിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട്, അഭിഷേകത്തിൽ നിറയേണ്ടതിനായിട്ട് ഇങ്ങനെയുള്ള അഭിഷേകന്മാർ കൂട്ടമായിട്ട് കാത്തിരിക്കുന്ന ഒരു ആലയത്തിൽ ഞാൻ ഇതുപോലെ ചെന്ന് ദൈവസ്ഥിതിയിരുന്നു. നിങ്ങൾക്കറിയണമോ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ സ്ഥിതി മാറി. അവർ പാടുന്നതോട് ഞാൻ പാടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ തീകോളം പോലെ എന്തോ എന്റെ മേലേക്ക് വന്ന് പതിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അറിയുന്നത് ആലയത്തിന്റെ ചുമലുകളിലേക്കല്ല, ഒരു റബ്ബർ പന്തെടുത്ത് എറിയുന്നത് പോലെ എന്നെ എടുത്ത് എറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് മറിഞ്ഞ് അഭിഷേകത്തിന്റെ നിറവിലാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അന്ന് മുതൽ ഇതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അഭിഷേകത്തോടെ നടക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഈ അഭിഷേകം നിന്റെ ഉള്ളിൽ വന്നാൽ ഹല്ലേലൂയ, ഒരു നായി നിന്റെ നേരെ വട്ടം ചാടിയാലും ഹല്ലേലൂയ, ഇനി അഥവാ എന്ത് ട്രെയിൻ വരെ നിന്റെ മുമ്പിൽ വന്നാൽ അഭിഷേകമുള്ളവരാണ്, വാഗ്ദത്തമുള്ളവരാണെങ്കിൽ നീ തീർന്നു പോകത്തില്ല. നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അത് ചെയ്യിപ്പിച്ചിട്ട് മരണത്തിന്റെ എത്രയോ കെടികൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സ്ഥാനത്തൊക്കെ എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ സ്ഥിതികളെ മാറ്റി. ഹല്ലേലൂയ. എന്റെ കണ്ണുകളെ ദൈവം പ്രകാശിപ്പിച്ചു. നിന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കാൻ ലോകം നോക്കിയാലും അല്ലെ ഡോക്ടർമാർ നോക്കിയാലും നീ ഓർത്തോ, നീ വാഗ്ദത്തമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നീ ഉപവാസത്തോടു കൂടിയാണ് നിന്റെ യാത്ര തുടങ്ങിയതെങ്കിൽ, ഹല്ലേലൂയ, നീ കാട്ടി ഏൽപ്പിച്ചുകൊണ്ടാണ് നിന്റെ യാത്ര സമാരംഭിച്ചതെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഉപവാസത്തെ കടത്തിക്കളയും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കുവാൻ അതിന്റെ കഴിവുള്ള അതിന്റെ കഴിവില്ലാത്ത ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം തന്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് കാതോർത്ത് അല്ലെങ്കിൽ കാതോർത്ത് അവന്റെ നിലവിളിയുടെ ശബ്ദം കേട്ട് അവന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവന്റെ സന്താനത്തെ അവന്റെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. സ്ഥിതി മാറ്റി അടിച്ചെടുത്ത് ഉന്നത വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നല്ല ജോലി, ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി. അച്ഛനോടൊക്കെ വീട്ടിൽ ചെന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ചേർത്തു. 2 വർഷം പ്രിൻസിപ്പായിട്ട് ജോലി അവിടെ ചെയ്തു. കൊള്ളാം. KSCB ജോലി കഴിഞ്ഞ് വരുന്ന സമയം ഹല്ലേലൂയ ഒരു കർത്താവിന്റെ ആവശ്യത്തിന് കണ്ടുമുട്ടി. അദ്ദേഹമായിട്ട് കൂട്ടുകൂടി. അദ്ദേഹം ഭയങ്കര സുവിശേഷ തൽപരനായ ദൈവമനുഷ്യൻ, മനുഷ്യൻ. ഹല്ലേലൂയ. അദ്ദേഹം എവിടെ നിന്ന് ഏത് കവലയിൽ നിന്ന് പ്രസംഗിക്കും. ഹല്ലേലൂയ. അദ്ദേഹം ഒരു ദിവസം ഒരു കൂട്ടായ്മയ്ക്ക് വിളിച്ചോണ്ട് പോയി. ഒരു വീട്ടിൽ കടന്നു ചെന്നു. അവിടെ ചെന്നുകൊണ്ട് അച്ഛനോടൊക്കെ വീട്ടിൽ പ്രാർത്ഥന നടക്കുക. ഞാൻ കട്ടിലിൽ ഇരിക്കുക. കട്ടിലിന്റെ ബെഡ്ഷീറ്റ് ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക. ബെഡ്ഷീറ്റ് പോകുന്നില്ല, നല്ല മാന്റെ കാറ്റടിക്കുമ്പോൾ കട്ടിൽ പറ്റും. ഞാൻ ബെഡ്ഷീറ്റ് കുഞ്ഞു നോക്കിയപ്പോൾ അടി മുഴുവൻ കുപ്പി നിരത്തി വെച്ചിരിക്കുക. കുടിച്ചു മതോന്മതനാണ് നമ്മുടെ ചോർച്ച, മതമൊഴിയുള്ള ചോർച്ച. അടിച്ച് പിഞ്ചിരിയായി നടക്കുന്ന ഒരു മനുഷ്യൻ. കണ്ണ് കണ്ടാൽ ഭയങ്കര ചുമന്നിരിക്കും. അത്ര പട്ടാളക്കാരനാണ്. പിന്നെ കോട്ടാക്കുന്ന കാര്യം പറയേണ്ട കാര്യമില്ല, കാശ് പോലും കൊടുക്കണ്ട, ഇങ്ങോട്ട് കിട്ടിക്കോളൂ. ആ മനുഷ്യന്റെ വീട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ രമേശ് പാസ് പറഞ്ഞു, വിളിച്ചു പറഞ്ഞത്, ഈ ഈഴവ സമുദായത്തിൽ നിന്ന് അയന്നവരായിട്ടുള്ള ഞാൻ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ വിടുവിച്ച് ഒരു ബാറിലിരുന്ന് സുവിശേഷം കേട്ട് സത്യദൈവത്തെ അറിഞ്ഞ് ഇന്ന് യേശുവിനെ പ്രസംഗിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ നാമതേ ക്രിസ്ത്യാനിറ്റി അനുഭവത്തിൽ കിടക്കുന്ന നിനക്ക് യേശുവിനെ പ്രസംഗിക്കാൻ വഴിയാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഒരു മൈക്ക് എനിക്ക് മേടിച്ചതാ. ആരുടെ സ്വന്തം ഞാൻ പ്രസംഗിക്കാം, നട്ടലോടെ നിവർന്ന് ഞാൻ പ്രസംഗിക്കാം. അദ്ദേഹം ചുമ്മാതെ അടിയടിച്ചതാ. യോഗം കഴിഞ്ഞപ്പോഴത്തേന് ജോർജ പറഞ്ഞു, ഒരു 10,000 രൂപ അന്നത്തെ കാലത്ത് എടുത്തെന്ന് പറഞ്ഞ് ഒരു മൈക്ക് മേടിച്ചു, ഒരു സ്പീക്കർ മേടിച്ചോ, ഒരു 250 വാട്സിന്റെ ഒരു ആംപ്ലിഫയർ, 2 കോലപ്പെട്ടിയും മേടിച്ചു. ഇത് എങ്ങനെ കൊണ്ടു നടന്ന് പ്രസംഗിക്കുമെന്ന് ഓർത്തു. ഒരു കോഡ്ലെസ് മൈക്ക് പോലെ അല്ലാത്ത മൈക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ചായന് അവിടെയുള്ളൊരു സാധു ജോലിയിലായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ മേടിച്ചു കൊടുത്തു എന്റെ അച്ഛനെ, ഈ റീച്ചൻ. ആ ഓട്ടോറിക്ഷ 5 മണി വരെ ഓടിച്ചൊരു പുള്ളി അവിടെ കൊണ്ടിടും. ആ ഓട്ടോറിക്ഷയിൽ ഈ കോലം പെട്ടി 2 മോളോട് കയറ്റി വെച്ചിട്ട് ഞങ്ങൾ പോകും. കോട്ടയത്തിന്റെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഉൾഗ്രാമങ്ങളിലും അവിടെ എല്ലാം കടന്നു ചെന്ന് ഈ യേശുവിനെ കുറിച്ച് ഈ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ, അതിനുവേണ്ടി അദ്ദേഹം പ്രസംഗിക്കും, ഞാൻ ഏറ്റുപദേശം പറയും. അങ്ങനെ ഏറ്റുപദേശത്തിൽ തുടങ്ങിയ പരിപാടിയായിട്ട് അല്ലെങ്കിൽ പലയിടത്തും ഞങ്ങളെ കുത്തിരി പിടിച്ചവരുണ്ട്, അല്ലെങ്കിൽ പലയിടത്തും ഞങ്ങളെ കൊമ്മാക്കി പിടിച്ച് ഉയർത്തി നിർത്തിയവരുണ്ട്, നിന്നെ ഇവിടെ തീർത്തുകളെന്ന് പറഞ്ഞവരുണ്ട്. ഏകദേശം 250ഓളം പേര് കൂട്ടം കൂടിയിട്ട് അല്ലെങ്കിൽ ആ പോലീസിന്റെ സഹായത്തോടുകൂടി എന്നെ കൊമ്മാക്കി പിടിച്ച് ഉയർത്തി നിർത്തിയ അനുഭവമുണ്ട്. ചോദിച്ചു നോക്കിയാൽ. പക്ഷെ ഇന്ന് എന്നെ കൊമ്മാക്കി പിടിച്ച് ഉയർത്തി നിർത്തിയ സ്ഥലത്ത് അന്നൊരു വീട്ടിലെ ആരാധന നടന്നത് ഇന്ന് മറിയപ്പള്ളിയിൽ 3 നില കെട്ടിടത്തിൽ അല്ലെങ്കിൽ ആ സ്വതന്ത്രം പ്ലാറ്റ്ഫോമില് ഈ പുൽപ്പിറ്റിനടിയിൽ സ്നാനക്കുളമുള്ള രീതിയിൽ ആലയം വരുവാണെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ അതിനൊരു കാര്യമേ ഉള്ളൂ. ഈ നാളുകൾക്ക് മുമ്പേ ആ ആലയത്തിൽ നിന്ന് പ്രാപിച്ചൊരു അനുഗ്രഹമില്ലേ, ഒരു അഭിഷേകത്തിന്റെ ശക്തിയില്ലേ, ആ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ഈ ശരീരത്തിൽ എന്നുവരെ ഉണ്ടോ? അത് നിന്നെ തളർന്നു കളയുന്നതല്ല, അത് നിന്നെ ജീവിപ്പിക്കുന്നത്. ഈ പോകുന്നതിൽ ജീവൻ പ്രാപിക്കും. ആര് ഒന്നാക്കി പിടിച്ചാലും, ആര് വെല്ലു പിടിച്ചാലും, ആര് നിന്നെ തളർന്നു കളയുമെന്ന് പറഞ്ഞാലും അവിടൊക്കെ നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരാത്മാവിന്റെ ശക്തി ഇത് കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ മടക്കിക്കൊണ്ടുപോവാ. ആ ആത്മശക്തിയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വാ. ആ ആത്മശക്തിയിലേക്ക് മടങ്ങി വാ. ചുമ്മാ മടങ്ങി വാ. അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. അഭിഷേകമുള്ള നീ നടന്നു പോകുമ്പോൾ നിന്നെ നിഴലെ തട്ടിയ സൗഖ്യം പ്രാപിക്കും. സ്തുതിച്ചാട്ടെ. 10 ദിവസം യോഹന്നാൻ നടന്നു പോയപ്പോഴത്തേന് പ്രാപിച്ചില്ലേ